നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏത് കാലമേ മടങ്ങിയത്? ഈ കാലം മോനെ. പതുക്കെ പതുക്കെ. നല്ല വേദനയുണ്ടോ? ഏയ് അത്രയ്ക്കൊന്നുമില്ല. ആശുപത്രിയിൽ കാണിച്ചില്ലല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. സൂക്ഷിച്ചു പോകണ്ടായിരുന്നു അമ്മേ. എന്ത് പറയാനാണെന്ന് പറ. നീ അത് വിട്. അല്ല, നീ നിധി ഒരുമിച്ചല്ലേ ഫംഗ്ഷന് പോയത്? എന്നിട്ട് നിധി എവിടെ? അത് പിന്നെ അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങിയില്ലായിരുന്നു. കേക്ക് കട്ട് ചെയ്യാനായിട്ട് എടുത്തു വെച്ചപ്പോഴാണ് വസുന്ധരാമ്മയുടെ കോള് വന്നത്. സത്യം പറഞ്ഞ നിധിയോട് പോലും അമ്മയ്ക്ക് ആക്സിഡന്റ് ആയ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാളെങ്കിലും അവിടെ നിൽക്കണമല്ലോ, അതാണല്ലോ അതിന്റെ മര്യാദ. ആ ഫംഗ്ഷൻ കഴിഞ്ഞു കാണില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ പോയി ഭക്ഷണം കഴിച്ച് നിധിയും കൂട്ടി തിരിച്ചു വാ. അല്ല, അത് കുഴപ്പമില്ല. അമ്മ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. നിധി ഇങ്ങ് വന്നോളും. ഇത്രയും നേരമായിട്ടും ഗൗതമിനെ കാണുന്നില്ലല്ലോ. ഏതോ ആശുപത്രി പോയതല്ലേ, അവിടെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ട് കാണും. എന്നാ ചേച്ചി ഒന്ന് ഗൗതമേട്ടനെ വിളിച്ചേ. നിധിയാണല്ലോ. ഇപ്പൊ എടുക്കണ്ട, കട്ട് ചെയ്യാം. ഗൗതം ഫോൺ കട്ടാക്കിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആശുപത്രിയിൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ കാണും. അതിന്റെ തിരക്കിലായിരിക്കും. എന്തായാലും മോൻ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവരവിടെ കേക്ക് മുറിക്കാതെ കാത്തിരിക്കായിരിക്കല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, അമ്മ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. രാവിലെ പൂജ നടത്തിയതിന്റെ പ്രസാദം പോലും പൂജാമുറി കൊണ്ടുവച്ചിട്ടില്ല. നിർമ്മല, വിശാഖം. അപ്പോ അവർക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പിറന്നാൾ പൂജകളൊക്കെ നടത്തിയല്ലേ? ഈ നിർമ്മല എന്ന് പറഞ്ഞ സ്ത്രീ ആരാ? ഇവിടെ ജോലിക്ക് നിന്നിരുന്ന ഒരാള്. അതിനപ്പുറം അമ്മയ്ക്കിങ്ങനെ വഴിപാടൊക്കെ നടത്തേണ്ട എന്ത് ബന്ധമുള്ളത്? എന്റെ സംശയം അതൊന്നുമല്ല. നിർമ്മല എന്ന പേര് കേട്ടാ പോലും കടിച്ചു കീറാൻ നിന്ന അമ്മയ്ക്ക് എന്ന് മുതലാ നിർമ്മലാമ്മയോട് ഇത്ര സ്നേഹം തോന്നി തുടങ്ങിയത്? അത് മാത്രമല്ല, നിധി പറഞ്ഞാണ് ഇന്ന് നിർമ്മലാമ്മയുടെ പിറന്നാളാണെന്ന് ഞാൻ അറിഞ്ഞത്. അമ്മ ഇതെങ്ങനെ അറിഞ്ഞു? അത് പിന്നെ അവൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അസുഖവിവരം അന്വേഷിച്ച് ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചപ്പോ നിർമ്മല വലിയ സങ്കടത്തിലായിരുന്നു. നാളെ പിറന്നാളാണെന്നും അടുത്ത പിറന്നാളിന് കാണുമെന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. കുറെ നാൾ ഈ വീട്ടിൽ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചേക്കാന്ന് ഞാനും വിചാരിച്ചു. അമ്പലത്തിൽ പോയി ഒരു പൂജയും നടത്തി, അത്രേ ഉള്ളൂ. എന്നിട്ട് അമ്മ ഈ പറയുന്ന നിർമ്മലാമ്മയെ വിളിച്ച് വിഷ് ചെയ്തായിരുന്നോ? അതെന്തിനാ? ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത്രയും മതി. എന്താ ഇത്? വയ്യാതിരിക്കുന്ന ഒരാൾക്ക് ഒരു പിറന്നാൾ ആശംസ വിളിച്ചറിയിച്ചാൽ അത് അവർക്ക് വലിയ സന്തോഷമാവില്ലേ? നേരിട്ട് ചെന്ന് വിശ്വാസം അറിയിക്കേണ്ടതാണ്. സാരമില്ല, ജസ്റ്റ് ഒരു വീഡിയോ കോളിലെങ്കിലും ഒരാശംസ അറിയിക്കുന്നത് നല്ലതാ. അമ്മയ്ക്ക് ഞാൻ വിളിച്ചുതരാം. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. വേണം. അല്ലെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് വിളിക്കണ്ട, അതല്ല മര്യാദ. അമ്മയുടെ ഫോണിൽ നിന്ന് എന്നെ വിളിക്കാം, അതാ നല്ലത്. പിടിക്ക്, സന്ദർ സംസാരിക്കേ. അയ്യോ നിധി, ദേ പാറു വീഡിയോ കോൾ ചെയ്യുന്നു. എന്തിനായിരിക്കും വീഡിയോ കോളോ? അതെന്തിനാ? എന്തായാലും എടുത്ത് സംസാരിക്കാൻ. അയ്യോ, ഈ മാല മാറ്റ്.
അങ്ങോട്ട് മാറി നിൽക്കാം. അമ്മയുടെ ഫോണായതുകൊണ്ട് ഇനി പേടിച്ചിട്ട് എടുക്കാതിരിക്കൂ. നിർമ്മലെ എങ്ങനെയുണ്ട്? അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. നിനക്കൊരു പിറന്നാൾ ആശംസ അറിയിക്കാനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. ഹാപ്പി ബർത്ത്ഡേ നിർമ്മല. താങ്ക്സ് പാറു. അമ്പലത്തിൽ പോയി കാര്യം പറ. ആ ഞാനിന്നേ അമ്പലത്തിൽ പോയിരുന്നു. നിനക്ക് വേണ്ടി പൂജ നടത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അസുഖമൊക്കെ വേഗം മാറൂട്ടോ. താങ്ക്സ് പാറു. ശരി എങ്കി വെക്കട്ടെ. എന്തായാലും നിർമ്മലാന്റിയുടെ ഈ പിറന്നാൾ അടിപൊളിയായല്ലോ. സന്തോഷായില്ലേ? ആയോന്നോ? ഒരുപാട് സന്തോഷായി മോളെ. ശ്ശോ, ആ എന്താ അമ്മേ, വലിയ വേദനയുണ്ടോ? അത് പിന്നെ വേദന കാണാതിരിക്കോ? പതുക്കെ മാറൂ. നീ പോയി നിന്റെ കാര്യം നോക്ക്, ചെല്ല്. അതെ, എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ തന്ന ഒരു ഉഗ്രൻ ഓയിൻമെന്റ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ പോയി അത് എടുത്തോണ്ട് വരട്ടെ? എനിക്കൊന്നും വേണ്ട. പറയുന്ന കേട്ടാ തോന്നുമല്ലോ എനിക്കൊന്ന് വലിയ അപകടം പറ്റിയിരിക്കാന്ന്. എന്തായാലും ഞാൻ ആ ഓയിൻമെന്റ് എടുത്തോണ്ട് വരാം. കുറച്ച് കഴിഞ്ഞൊന്ന് പുരട്ടി നോക്ക്.